അപ്പോൾ ഇന്ന് വെറൈറ്റിക്ക് നമുക്കൊരു ക്യാരറ്റ് പായസമായാലോ. അപ്പം ഞാൻ 2-3 ക്യാരറ്റ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കട്ടാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 500 സേമിയ എടുത്ത് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 കൂട് പാലും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് മധുരവും ഒരു 2-3 ഏലക്കായും കുത്തി അതിലേക്ക് ഇട്ട് പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ക്യാരറ്റ് ഒന്ന് പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചതിന് ശേഷം പാല് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ സേമിയം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സേമിയ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആ പായസത്തിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം മധുരം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടി ഇട്ടാൽ പായസം സെറ്റായി. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.